അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു, വർഗീയവാദി, ചാണകം, ഇങ്ങനെയുള്ള വിളികളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. വാർത്തയല്ല, ഇത് ഒരു കുറിപ്പാണ്. ഈ കുറിപ്പ് നമ്മുടെ കുഞ്ഞുങ്ങളെ, അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ആചാരത്തിൽ വിശ്വസിക്കുന്നവരായാലും അവരെയെല്ലാം നേർവഴിക്ക് നടത്താൻ സഹായിക്കുന്ന ഒരു കുറിപ്പാണ്. വായിക്കാം. ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത് ജയരാജ് മിത്രയാണ്. ജയരാജ് മിത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുംഭമേളയിൽ പങ്കെടുത്ത കുംഭമേളയുടെ എല്ലാ വിശേഷങ്ങളും അതിൻ്റെതായ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് തൻ്റെ കുറിപ്പുകളിലൂടെ എത്തിച്ച വ്യക്തിയാണ് ജയരാജ് മിത്ര. തന്നെയുമല്ല, അവിടെ ഉണ്ടാകുന്ന വിമർശനങ്ങൾ ഏത് തരത്തിലാണ് വിമർശനങ്ങളായത് എന്നും അതിൻ്റെ പിന്നിലുള്ള സത്യങ്ങൾ എന്താണ് എന്നും വെളിപ്പെടുത്തിയതും അദ്ദേഹം തൻ്റെ കുറിപ്പുകളിലൂടെയാണ്. അത്രമാത്രം പ്രസക്തമായ രീതിയിൽ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കലാലയങ്ങളിൽ നടക്കുന്ന കഞ്ചാവ്, ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അതിനെ തുടർന്ന് എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ നമ്മൾ മാതാപിതാക്കൾക്ക് സാധിക്കും എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കുറിപ്പിലൂടെ നടത്തുന്നത്. എന്തായാലും ആ കുറിപ്പ് വായിക്കാം. ഭക്ഷണവും വിളക്കും നാമവും എങ്ങനെ നമ്മുടെ രക്ഷകരാവും, ഇതിനെക്കുറിച്ചാണ് ഈ കുറിപ്പിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആദ്യമേ പറയട്ടെ, തികഞ്ഞ അന്ധവിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. സനാതനമെന്നോ ഹിന്ദുവെന്നോ ചാണകമെന്നോ വിളിച്ചാലും ഒട്ടും വിരോധമില്ല. അഭിമാനമുണ്ട് താനും. രുദ്രാക്ഷം ധരിക്കുന്ന, ഭസ്മമോ ചന്ദനമോ തൊടുന്ന, സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് നാമം ജപിക്കുന്ന, അമ്മ, അച്ഛൻ, ഗുരു എന്നിവരെ ദൈവമായി കരുതുന്ന ജനത ഉണ്ടായിരുന്ന ഒരു രാജ്യത്തിനെ എങ്ങനെ ഇപ്രകാരം മയക്കുമരുന്നിന് അടിമയാക്കി നശിപ്പിച്ചു എന്നതിൻ്റെ പല പല കാരണങ്ങളാണ് ഇവിടെ ഇനി ഓരോരോ നാളുകളിൽ എഴുതാൻ പോകുന്നത് എന്ന് അദ്ദേഹം കുറിക്കുന്നു. ഇത് വായിച്ച് ഉള്ളിൽ ചെകുവേര ഉണരുന്നവർക്ക് ആദ്യമേ നമസ്കാരം. വർഗീയ വിഷം തുപ്പുന്നവനാണ് ഇവൻ എന്ന് എനിക്കുള്ള സർട്ടിഫിക്കറ്റുമായി വരുന്നവർക്ക് അതിലും വലിയ നമസ്കാരം. പണ്ട് നഗരങ്ങളിൽ ചില സ്ഥലങ്ങളിൽ മാത്രം കിട്ടിയിരുന്ന മയക്കുമരുന്ന് എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു. ഒരു കാലത്ത് പട്ടണങ്ങളിൽ മാത്രമുണ്ടായിരുന്ന ബാറുകൾ എല്ലാ ചെറു നഗരങ്ങളിലും എത്തി. മദ്യപിച്ച് ലെക്കുകെട്ട് വർത്തമാനം പറയുന്നവനെ പിടിച്ചു നിർത്തി എവിടെന്നാ കുടിച്ചത് എന്ന് ചോദിച്ചാൽ അവൻ പറയും ഇന്ന ബാറിൽ നിന്നാണ് എന്ന്, അല്ലെങ്കിൽ ഇന്ന ബിവറേജിൽ നിന്ന് എന്ന്. സത്യം പറയാൻ ഉദ്ദേശിക്കാത്തവനാണ് എങ്കിൽ ഒന്ന് പൊട്ടിച്ചാൽ പറയും ശങ്കരന്റെ പുരയ്ക്ക് പുറകിലെ പട്ടളം കൂട്ടത്തിന്, അതായത് മുളംകൂട്ടത്തിന് പിറകിലെ മൂല വെട്ടിയാണ് കുടിച്ചത് എന്ന്. ഇതുപോലെ ഏറ്റവും ലളിതമാണ്. ഈ മയക്കുമരുന്ന് തടയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തടയൽ. ഞാൻ ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായാൽ പോലീസിനോ കസ്റ്റംസിനോ എക്സൈസിനോ നാർക്കോട്ടിക് സെല്ലിനോ ചാർജ് ആർക്കുമാവട്ടെ അവർക്ക് എന്നെ പിടിച്ച് ചോദ്യം ചെയ്യാലോ. ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള വഴിയൊക്കെ ഈ ഏമാന്മാർക്ക് നന്നായി അറിയുകയും ചെയ്യാം. സത്യം പറഞ്ഞില്ലെങ്കിൽ ഏമാന്മാർ അടുത്തതും കടുത്തതുമായ വഴി നോക്കിയാൽ ഞാൻ പറയും ഇതെനിക്ക് ആരാ തന്നത് എന്ന്. ഉടൻ അവനെ പൊക്കണം. അവനോടും ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ പറയും അവൻ ഇതാരാ കൊടുത്തത് എന്ന് പറഞ്ഞേ തീരൂ. കാരണം ഇത് മദ്യം പോലെയോ പുകയില പോലെയോ ബീഡി സിഗരറ്റ് എന്നിവ പോലെയോ കടകളിൽ വിൽക്കാവുന്ന ഒന്നല്ല. അങ്ങനെ 3-4 ആളെ പിടിച്ചാൽ അതിന്റെ മൊത്ത മുതലാളിയെ വളരെ ഈസി ആയിട്ട് പിടിക്കാനാവും. പക്ഷെ പിടിക്കില്ല, കാരണം ഇവർക്കും അറിയാം. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ വെച്ച് നിയമവഴികളിലെ ഈ അന്വേഷണം അങ്ങ് നിർത്തും. എന്നിട്ട് ഒറ്റക്കൈ നീട്ടി യുവതയെ ഗ്രസിച്ച മയക്കുമരുന്നിനെതിരെ പ്രതിജ്ഞ ചൊല്ലും. യുവജനങ്ങൾ വഴിതെറ്റുന്നതിനെ പറ്റി സെമിനാർ നടത്തും. ഈ നാടകങ്ങൾ കൊണ്ടൊന്നും നാട് നന്നാവില്ല. പിള്ളേരെക്കുറിച്ച് ബേജാറുള്ള തന്തയും തള്ളയും ശ്രദ്ധിക്കുക. മക്കൾക്ക് അവർ ഏത് പ്രായക്കാരുമാവട്ടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കൊടുത്ത് ഒരുമിച്ചിരുന്ന് കഴിച്ച് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് നാമം ചൊല്ലിച്ച് വളർത്തിയെടുത്താൽ സ്വന്തം മക്കൾ രക്ഷപ്പെടും. കുട്ടികളെ TV കാണിക്കരുത്, പത്രം വായിപ്പിക്കരുത് തുടങ്ങിയ പല പല കാര്യങ്ങളുണ്ട് പറയാൻ. അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ രക്ഷപ്പെടാം. ദേവതാബലവും പിതൃബലവും നഷ്ടപ്പെട്ടാൽ പിന്നെ ആർക്കും ഇവരെ രക്ഷിക്കാനാവില്ല. പരമ്പരയ്ക്കും അന്ധവിശ്വാസത്തിനും രക്ഷകരാവാൻ പറ്റും. അല്ലാതെ ഈ പ്രതിജ്ഞക്കാരൊന്നും ഒരിക്കലും നമ്മുടെ മക്കളുടെ രക്ഷകരല്ല എന്നറിയുക. ഭക്ഷണവും വിളക്കും നാമവും എങ്ങനെ നമ്മുടെ രക്ഷകരാവും എന്നത് ഞാൻ പറയാമെന്നും അദ്ദേഹം കുറിക്കുന്നു. ശാസ്ത്രവാദികളെ, പുരോഗമനവാദികളെ ഉടൻ വീണ്ടും കാണാം. എങ്ങനെയാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത്? ഈ കുറിപ്പുകളിലൂടെ, തുടർ കുറിപ്പുകളിലൂടെ അദ്ദേഹം ഇനി എങ്ങനെ നമ്മുടെ വിളക്കിനും നമ്മുടെ ഭക്ഷണത്തിനും നമ്മുടെ സനാതന സംസ്കാരത്തിനും അന്ധവിശ്വാസങ്ങൾ എന്ന് ചിലരെങ്കിലും പറയുന്ന നമ്മുടെ വിശ്വാസങ്ങൾക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ, എന്തിന് നമ്മളെ തന്നെ രക്ഷിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള കുറിപ്പുകളാണ് വരും ദിവസങ്ങളിൽ അദ്ദേഹം എഴുതാൻ പോകുന്നത് എന്ന സൂചനകൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ആ കുറിപ്പുകളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താം. കാരണം നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ചുറ്റുമുള്ളവരെയാണ് ഈ മുന്നറിയിപ്പുകളിലൂടെ നമ്മൾ രക്ഷിക്കാൻ തുടങ്ങുന്നത്. അല്ലാതെ സർക്കാർ നടത്തുന്ന പ്രതിജ്ഞകൾക്കോ സർക്കാർ നടത്തുന്ന ചില സൂചനകൾക്കോ ഒന്നും ആരെയും രക്ഷിക്കാനാവില്ല. നമുക്ക് വലുത് നമ്മുടെ കുടുംബവും നമ്മുടെ കുഞ്ഞുങ്ങളുമാണ് എന്ന് മനസ്സിലാക്കുക. ന്യൂസ് ഡെസ്ക് കർമാൻസ്.